ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ 10 o'clock ഇവിടെ എത്തി. ഇപ്പൊ മോർണിംഗ് ഒരു പണി കിട്ടി എന്നുള്ളത് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്ക് വന്നു. എന്താ പറയാ, താങ്ക് യു വൺസ് അഗൈൻ. അപ്പം അതെല്ലാം ഒരു ഗ്രേറ്റ് സക്സസ് ആയിരുന്നു. നമ്മുടെ കളക്ഷൻസ് ഒക്കെ സെയിലായി. അതിനുശേഷം വീണ്ടും സജാസിൽ പുതിയ ലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ തന്നെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ലോട്ട്സിന് തരണം. ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയും തന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയാ, വെക്കേഷന് പോയിട്ടുള്ള എല്ലാവരും ഈ സ്റ്റോക്ക് കംപ്ലീറ്റ് മിസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം. ഇതെല്ലാം 1 by 1 ആയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം കുറച്ചു നാളായിട്ട് വീഡിയോസ് വളരെ കുറവാണ്, എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ഡീറ്റെയിൽ വീഡിയോ സജാസിൽ വരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സജാസ് ഡിസൈനർ ബൊട്ടീക്ക് വിസിറ്റ് ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കാണുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബട്ട് എനിക്കറിയാം വീഡിയോസിനൊക്കെ ലൈക്കും കമന്റ്സും ഒക്കെ കുറവാണെങ്കിലും ഇവിടെ കസ്റ്റമർ വരുമ്പോൾ എനിക്കറിയാം എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ സ്റ്റോക്കിന്റെ ഡേ 1 തന്നെ നമ്മൾ അതിന്റെ ടാഗ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാക്കറ്റ്സിൽ വെച്ചിട്ട് തന്നെയാണ് അതിന്റെ ടാഗ് എല്ലാം ടാഗ് ആദ്യം ടാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ഈ ഒരു പ്രോഡക്ട്സ് പ്രൈസ് ചെയ്യുന്നതും ടാഗ് ചെയ്യുന്നതും കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ തുറന്ന് ഓരോ വെൻഡേഴ്സിൻ്റെയും ഓരോ ഐറ്റംസും ഹാൻഡ് പിക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അതെല്ലാം സോർട്ട് ചെയ്ത് പ്രൈസ് ചെയ്ത് വരിക എന്ന് വെച്ചാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഫൈനലി ഡേ 1 എല്ലാം കഴിഞ്ഞ് ഒരു നൈറ്റ് 12 o'clock വീടെത്തി. ദെൻ ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നുകൊണ്ട് കുറച്ചൊരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് എങ്കിലും തീർക്കണം എന്നുള്ളൊരു പ്ലാനുമായിട്ടാണ് ഞാൻ രാവിലെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ഏതൊക്കെയാണ് പ്രൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ വെൻഡേഴ്സിൻ്റെ ചെയ്യേണ്ടത്, ടാഗൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അതിനുശേഷം ആരുടെയൊക്കെയാണ് പ്രൈസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. ഷിപ്മെൻറ്റ്സ് എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഇത് ആരുടേതാണ്, ഏത് വെൻഡറിൻ്റെ സ്റ്റോക്കാണ് എന്നുള്ളത്. അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ദെൻ ഫൈനലി രാവിലെ തുടങ്ങിയായിരുന്നു. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് അറിയാം, അപ്പം ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം സമാധാനമായിട്ട് ഞാൻ ഓരോന്നായി പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്യുന്നതെന്ന്. സജാസിൻ്റെ എല്ലാ കാര്യങ്ങളും ത്രൂ ഔട്ട് ഈച്ച് ആൻഡ് എവ്രിതിങ്ങിൽ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മളൊരു കുടുംബം നോക്കുന്ന പോലെ ഒരു വീട്ടിൽ ഒരു ഗ്രഹനാഥയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് സജാസിൽ എല്ലാ കാര്യങ്ങളും എന്നിലൂടെ തന്നെയാണ് ചെയ്തു പോകുന്നത്. അതിനുശേഷം എൻ്റെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ എനിക്കൊരു സ്റ്റാഫിനെ നിർത്തി എക്സ്ട്രാ ഒരാളെ കൂടി ആഡ് ഓൺ ചെയ്ത് ഈ അഡ്മിൻ കോസ്റ്റ് അപ്പോൾ നമുക്ക് അത്രയും ഒന്നും കൂടി ഹൈ ആവും. അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് നമ്മുടെ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എത്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ചാലഞ്ച്. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഓഫറിൽ ദിവസം ആൾ വന്നെന്നെ ഹെൽപ്പ് ചെയ്യും. മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫൈനലി എല്ലാ പീസസും പ്രൈസ് ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ് ബാച്ചും പ്രൈസ് ചെയ്ത്, അതായത് ഒരു വെൻഡറിന്റെ ഫുള്ള് പ്രൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 10 o'clock ഇവിടെ എത്തി. ഇപ്പൊ മോർണിംഗ് ആണെന്ന് ഞാനിപ്പോ മോർണിംഗ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നൈറ്റ് 9 PM ആയി. അപ്പോഴാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ പ്രൈസ് ചെയ്ത് ടാഗുകൾ കംപ്ലീറ്റ് പ്രൈസിങ്ങിൽ ഞങ്ങൾക്കൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ട് എൻറ്റയർ കോഡ് മിസ്റ്റേക്കായി. വീണ്ടും ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്ത എഫേർട്ട് മൊത്തം ഇനി വീണ്ടും ഇതെല്ലാം ഒന്നും കൂടെ പ്രൈസ് റീടാഗ് ചെയ്യണം എന്നുള്ളൊരു സത്യം. അപ്പോൾ ഞാൻ എന്നെ തന്നെ പറയുകയാണ്, തളരരുതെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട ഇതെല്ലാം വീണ്ടും എല്ലാത്തിലും പ്രൈസ് ടാഗ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു കാൽക്കുലേഷൻ നമ്മുടെ
സോഫ്റ്റ്വെയറിൽ ഒരു പണി കിട്ടി എന്നുള്ളത് മനസ്സിലായത്. ഇനി ഇതെല്ലാം വീണ്ടും നമ്മൾ അറേഞ്ച് ചെയ്ത് നാളെ വീണ്ടും ഒന്നും കൂടെ വരുന്നു രാവിലെ. ഇത് കംപ്ലീറ്റ് വീണ്ടും പ്രൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും പ്രൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്ലോസിങ് വീഡിയോ എടുക്കണ്ടേ. അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ എടുക്കണം. അപ്പം നിങ്ങൾക്കൊന്നും ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇനി ഇതിൽ കൂടുതൽ എന്താ പറയുക, താങ്ങാനുള്ള ശക്തിയില്ല. അത് കാരണം ഇന്ന് നേരത്തെ തന്നെ ഒരു 10:30 ആയപ്പോൾ തന്നെ എല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ തിരിച്ച് വളരെ സങ്കടത്തോടു കൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എനിവേസ്, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് അവർ ജേർണി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഫൈനലി എല്ലാം കഴിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും ഇതെല്ലാം ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് സജസ്.